എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധനുമായിരിക്കും സ്തുതി. സ്നേഹം നിറഞ്ഞ ഭാഗ്യവചനധാര ശ്രോതാക്കൾക്ക് എൻ്റെ വന്ദനം. നമ്മൾ ശുദ്ധിയുള്ളവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരു ആട്ടിൻകുട്ടിയെ വാങ്ങാൻ അവൾക്ക് കഴിവില്ലെങ്കിൽ അവൾ 2 കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ എടുക്കണം. പുരോഹിതൻ അവൾക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്യണം. അപ്പോൾ അവൾ ശുദ്ധിയാകും. ലേവ്യ പുസ്തകം 12:8. ലേവ്യ പുസ്തകം 11 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിൽ ശുദ്ധരും വിശുദ്ധരുമായിരിക്കുന്നതിനെ കുറിച്ചുള്ള നിയമങ്ങൾ ദൈവം നൽകുന്നു. ഇവ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നാം. പക്ഷേ ദൈവം തൻ്റെ ജനവും ശുദ്ധവും വിശുദ്ധവുമായ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്ന് അവ നമുക്ക് കാണിച്ചു തരുന്നു. ലേവ്യ പുസ്തകം 11 ദൈവം ഇസ്രായേലരോട് ഏതൊക്കെ മൃഗങ്ങളെ ഭക്ഷിക്കാമെന്നും ഏതൊക്കെ മൃഗങ്ങളെ ഭക്ഷിക്കാൻ പാടില്ലെന്നും പറഞ്ഞു. എന്തുകൊണ്ട്? കാരണം ചുറ്റുമുള്ള ജനതകളിൽ നിന്ന് അവർ വ്യത്യസ്തരാകണമെന്ന് അവർ ആഗ്രഹിച്ചു. ഭക്ഷണം കഴിക്കുന്നത് പോലും അവർ തന്നുടേതാണെന്ന് കാണിക്കാനുള്ള ഒരു മാർഗമായിരുന്നു. ഇത് ദാനിയേലിനെയും ബാബിലോണിലെ അവൻ്റെ സുഹൃത്തുക്കളെയും ഓർമ്മിപ്പിക്കുന്നു. ദാനിയേൽ 1 രാജകീയ ഭക്ഷണം അവർ കഴിക്കണമെന്ന് രാജാവ് ആഗ്രഹിച്ചു. പക്ഷേ അത് ദൈവത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമായതിനാൽ ദാനിയേൽ വിസമ്മതിച്ചു. പകരം അവർ സസ്യങ്ങളും വെള്ളവും മാത്രമേ കഴിച്ചുള്ളൂ. ദൈവം അവരെ അനുഗ്രഹിക്കുകയും മറ്റുള്ളവരെക്കാൾ ശക്തരും ജ്ഞാനികളുമാക്കി മാറ്റുകയും ചെയ്തു. ദൈവത്തെ അനുസരിക്കുമ്പോൾ അവൻ നമ്മെ ബഹുമാനിക്കുന്നുവെന്ന് നമ്മെ കാണിക്കുന്നു. ലേവ്യ പുസ്തകം 12 പ്രസവശേഷ അമ്മമാർക്ക് ദൈവം നിയമങ്ങൾ നൽകി. 40-ാം ദിവസം കുഞ്ഞ് ആൺകുട്ടിയാണെങ്കിൽ അമ്മ ഒരു വഴിപാട് കൊണ്ടുവരണമായിരുന്നു. സാധാരണയായി ഒരു കുഞ്ഞാടും ഒരു പ്രാവും. എന്നാൽ അവൾ ദരിദ്രയും ആട്ടിൻകുട്ടിയെ അർപ്പിക്കാൻ കഴിവില്ലാത്തവളുമാണെങ്കിൽ പകരം 2 പ്രാവുകളെ കൊണ്ടുവരാമായിരുന്നു. ദൈവം തന്റെ മുമ്പാകെ വരാൻ ഒരു വഴിയൊരുക്കി. യേശു ജനിച്ചപ്പോൾ മറിയയുടെയും ജോസഫിന്റെയും കഥയിൽ നാം ഇത് കാണുന്നു. ലൂക്കോസ് 2:22 മുതൽ 24 വരെ. അവർ ദരിദ്രരായിരുന്നു. അതിനാൽ നിയമം പറയുന്നത് പോലെ അവർ 2 പ്രാവുകളെ ആലയത്തിലേക്ക് കൊണ്ടുവന്നു. ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ലോകരക്ഷകനായ ദൈവപുത്രനെ ഏറ്റവും എളിയ വഴിപാടുമായി ദൈവത്തിന് സമർപ്പിച്ചു. നമ്മുടെ പക്കൽ എത്ര പണമുണ്ടെന്ന് നോക്കാതെ നമ്മുടെ അനുസരണത്തെയാണ് ദൈവം നോക്കുന്നതെന്ന് ഇത് നമ്മെ കാണിക്കുന്നു. ലേവ്യ പുസ്തകം 13 കുഷ്ഠം പോലുള്ള ചർമ്മരോഗത്തെക്കുറിച്ച് നാം വായിക്കുന്നു. ഒരാൾക്ക് കുഷ്ഠരോഗമുണ്ടെങ്കിൽ അവർ പാളയത്തിന് പുറത്ത് താമസിച്ച് അശുദ്ധനെന്ന് വിളിച്ചു പറയണമായിരുന്നു. അവർക്ക് മറ്റുള്ളവരെ സമീപിക്കാൻ കഴിയില്ലായിരുന്നു. പാപം നമ്മെ ദൈവത്തിൽ നിന്ന് എങ്ങനെ വേർതിരിക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്ന് യാചിച്ചു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധീകരിക്കാൻ കഴിയും. യേശു അവനെ തൊട്ടു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധനാവൂ. ഉടനെ അവൻ സുഖം പ്രാപിച്ചു. മർക്കോസ് 1:40 മുതൽ 42 വരെ. ന്യായപ്രമാണത്തിന് പരിഹരിക്കാൻ കഴിയാത്തത് യേശു ഒരു നിമിഷം കൊണ്ട് ശരിയാക്കി. ലേവ്യ പുസ്തകം 11 മുതൽ 13 വരെ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം വിശുദ്ധനാണെന്നും തൻ്റെ ജനം വിശുദ്ധരായിരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുവെന്നുമാണ്. ദാനിയേലിന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവാനുസരണത്തെ അനുഗ്രഹിക്കുന്നു എന്നാണ്. മറിയുടെയും ജോസഫിന്റെയും കഥ നമ്മെ കാണിക്കുന്നത് തന്നെ അനുസരിക്കുന്ന എളിയവരെ പോലും ദൈവം അംഗീകരിക്കുന്നു എന്നുമാണ്. കുഷ്ഠരോഗിയുടെ കഥ നമ്മെ കാണിക്കുന്നത് യേശുവിന് മാത്രമേ നമ്മെ യഥാർത്ഥത്തിൽ ശുദ്ധീകരിക്കാൻ കഴിയൂ എന്നാണ്. എല്ലാ കാര്യങ്ങളും അവനെ ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും ഒരു സന്ദേശമാണ്. യേശുവിന് മാത്രമേ നമ്മെ ശുദ്ധീകരിക്കാൻ കഴിയൂ. നമുക്ക് അവനെ അനുസരിക്കാം, അവനിൽ വിശ്വസിക്കുക, അവന് വേണ്ടി വിശുദ്ധ ജീവിതം നയിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.